അപ്പോൾ നമ്മൾ ഇതുവരെ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ലൈൻ കണ്ടു, ഒരു സിസ്റ്റം ഓഫ് ലൈൻ കണ്ടു, അതുപോലെ പ്ലെയിൻ കണ്ടു. ഇനി ലാസ്റ്റ് വണ്ണാണ് ലാമിനസ്. എന്താണ് ലാമിന എന്ന് പറയുന്നത് നോക്കാം. ലാമിന എന്ന് പറഞ്ഞാൽ ഒരു തിൻ ഫ്ലാറ്റ് പ്ലേറ്റ്, ആ ഒരു ഇതിനെയാണ് നമ്മൾ ലാമിന എന്ന് പറയുക. ഇവിടെ ഇപ്പോൾ നോക്കിയാൽ അറിയാം, ഈ ഒരു കേർവിൻ്റെ കീഴെ വരുന്ന ആ ഒരു പോർഷൻ, അത് ദാറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ തിൻ ഫ്ലാറ്റ് പ്ലേറ്റ് ഇൻ ദ പ്ലെയിൻ. അപ്പോൾ assume that the lamina has the shape of the region R under the graph of a continuous non-negative function f on the interval closed AB. ഇനി വേറൊരു അസംഷൻ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, they have uniform mass density rho. ഇതിന് യൂണിഫോം ആയിട്ടുള്ള മാസ് ഡെൻസിറ്റി ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണേണ്ട ഈ ഒരു ലാമിനയുടെ സെൻറ്റർ ഓഫ് മാസ് ആണ് കാണേണ്ടത്. ഈ ലാമിനയുടെ സെൻറ്റർ ഓഫ് മാസ് കാണണമെങ്കിൽ എന്തൊക്കെ വേണം നമുക്ക്? എൻറ്റയർ മാസ് ഓഫ് ദ സിസ്റ്റം വേണം, മൊമെൻറ്റ് അബൌട്ട് എക്സ് ആക്സിസ് വേണം, മൊമെൻറ്റ് അബൌട്ട് വൈ ആക്സിസ് വേണം. അതിനായിട്ട് നമ്മൾ ഈ ലാമിനയെ സ്മോൾ റെക്റ്റാങ്കുലർ പ്ലേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. എന്നിട്ട് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ മാസ്, മൊമെൻറ്റ് അബൌട്ട് എക്സ് ആൻഡ് വൈ ആക്സിസ് കാണും. എന്നിട്ട് പാർട്ടീഷൻ നമ്മൾ ഇൻഫൈനൈറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ട് എൻറ്റയർ സിസ്റ്റത്തിൻ്റെ മാസ്, മൊമെൻറ്റ് എല്ലാം കാണും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു റെക്റ്റാങ്കുലർ പ്ലേറ്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ പാർട്ടീഷൻ നമ്മൾ ചെയ്യുമ്പം ഈക്വൽ ലെങ്ത് വരുന്ന പോലെ, അല്ലെ ഈക്വൽ ലെങ്ത് വരുന്ന പോലെ പാർട്ടീഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടീഷനിലെ കേത്ത് ഇൻ്റർവെല്ലാണ് xk-1 xk. ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആണ് CK എന്ന് പറയുന്നത്. അങ്ങനെയാണ് വിഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ്. അത് ഡിനോട്ട് ചെയ്യുന്ന ഡെൽറ്റ എക്സ് കൊണ്ടാണ്, വിച്ച് ഇസ് ഈക്വൽ ടു b - a/n. ഇനി ഇതിൻ്റെ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ആണ്, അത് എഫ് ഓഫ് CK ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ കാണാം. ഏരിയ എന്ന് പറയുന്നത് എന്ത് വരും? ഈ ഡിസ്റ്റൻസ് ഇൻറ്റു ഈ ലെങ്ത് ആണ്, അതായത് എഫ് ഓഫ് CK ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇനി നമുക്ക് ആ മാസ് ഓഫ് കേത്ത് റെക്റ്റാങ്കിൾ കാണാം. മാസ് ഓഫ് കേത്ത് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എന്താ? ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ആണ്. ഡെൻസിറ്റി ഓൾറെഡി നമ്മൾ പറഞ്ഞു റോ ആണെന്ന്. ഏരിയ നമ്മളിവിടെ കണ്ടു എഫ് ഓഫ് CK ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മാസ് ഓഫ് ദിസ് കേത്ത് റെക്റ്റാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ഒരു സ്മോൾ റെക്റ്റാങ്കിൾ, ഈ ഒരു റെക്റ്റാങ്കുലർ ഷീറ്റിൻ്റെ മാസം നമുക്ക് കിട്ടി. അപ്പോൾ എൻറ്റയർ സിസ്റ്റത്തിൻ്റെ കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ആ പാർട്ടീഷൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് സമ്മേഷൻ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ k ഈക്വൽ ടു 1 to n റോ എഫ് ഓഫ് CK ഡെൽറ്റ എക്സ്. നമുക്കറിയാം എന്താണ്, പാർട്ടീഷൻസ് ഇൻഫൈനൈറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്താൽ ഈ ഇൻ്റർവെല്ലിലുള്ള ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് CKയോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് CKക്ക് പകരം നമുക്ക് എഫ് ഓഫ് എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് മാസ് ഓഫ് ദിസ് ലാമിന എന്ന് പറയുന്നത് എന്ത് കിട്ടി? ഇൻ്റഗ്രൽ a to b റോ എഫ് ഓഫ് എക്സ് ഡി എക്സ് കിട്ടി. ഇനി നമുക്ക് മൊമെൻറ്റ് കാണണം. മൊമെൻറ്റ് കാണാൻ ആദ്യം ഈ റെക്റ്റാങ്കുലർ പ്ലേറ്റിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്താണെന്നുള്ളത് പറയണം. ഈ റെക്റ്റാങ്കുലർ പ്ലേറ്റിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അറിയാം, ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. ഈ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ദാറ്റ് ഈസ് CK, എഫ് ഓഫ് CK/2. അപ്പോൾ CK, എഫ് ഓഫ് CK/2 ആണ് ഈ റെക്റ്റാങ്കുലർ പ്ലേറ്റിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഇനി മൊമെൻറ്റ് ആം ഓഫ് ദ കേത്ത് ലാമിന വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ്. ഈ വൈ ആക്സിസിൽ നിന്നുള്ള ഈ സെൻറ്റർ ഓഫ് മാസ്, ഈ റെക്റ്റാങ്കുലറിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അല്ലെങ്കിൽ ആസച്ച് ഇത് എത്ര ഡിസ്റ്റൻസിലാണ് കിടക്കുന്നതെന്ന് നോക്കുക. നേരത്തെ നമ്മൾ മൊമെൻറ്റ് കാണുമ്പോൾ പറഞ്ഞിരുന്നു, മൊമെൻറ്റ് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ റോഡ് സസ്പെൻഡ് ചെയ്താൽ ആ ഡിസ്റ്റൻസിനെയാണ് നമ്മളിവിടെ മൊമെൻറ്റ് ആം എന്ന് പറയുക. അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം വൈ ആക്സിസ് എന്ത് തന്നെയാണ്? നമ്മളുടെ CK ആണ്. അതാണ് മൊമെൻറ്റ് ആം ഓഫ് ദ കേത്ത് ലാമിന വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് ഈക്വൽ ടു CK എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റ് ഓഫ് ദിസ് കേത്ത് ലാമിന അബൌട്ട് വൈ ആക്സിസ് എന്താണ്? മാസ് ഇൻറ്റു ദാറ്റ് മൊമെൻറ്റ്, മാസ് ഇൻറ്റു ദാറ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ മാസ് ഓൾറെഡി നമ്മൾ റോ എഫ് ഓഫ് CK ഡെൽറ്റ എക്സ് ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇനി ഇവിടെ മൊമെൻറ്റ് ആം CK ആണ്. ഇതുപോലെ മൊമെൻറ്റ് ഓഫ് L ദിസ് ലാമിന അബൌട്ട് വൈ ആക്സിസ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നമ്മളിതിനെ സം ചെയ്യുക. റെയ്മാൻ സം ഇവിടെ കാണുക. റെയ്മാൻ സം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? MY എന്ന് പറയുന്നത് മൊമെൻറ്റ് അബൌട്ട് വൈ ആക്സിസ് എന്ന് പറയുന്ന ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ k ഈക്വൽ ടു 1 ദിസ് റോ എഫ് ഓഫ് CK ഇൻറ്റു CK ഇൻറ്റു ഡെൽറ്റ എക്സ് വരും.
അത് ഇൻ്റഗ്രലിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ റോ ഇൻ്റഗ്രൽ എ ടു ബി എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്ക് മൊമെൻറ്റ് അബൌട്ട് വൈ ആക്സിസിനുള്ള ഇക്വേഷൻ കിട്ടി. ഇനി മൊമെൻറ്റ് അബൌട്ട് എക്സ് ആക്സിസ് നമുക്ക് കാണാം. അതിന് മൊമെൻറ്റ് ആം ഓഫ് ദ കേത്ത് ലാമിന എബൌട്ട് ദ എക്സ് ആക്സിസ് ആയിട്ട് കാണണമെങ്കിൽ ഈ സെൻറ്റർ ഓഫ് മാസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, എക്സ് ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ദൂരമാണ്. ഈ ദൂരം എന്ത് വരും? നമ്മളുടെ എഫ് ഓഫ് സി കെ ബൈ 2 ആണ്. ഇനി മൊമെൻറ്റ് ഓഫ് ദ കേത്ത് ലാമിന എന്ന് പറയുന്ന ഈ റെക്ടാങ്കുലർ പ്ലേറ്റിനെ നമുക്ക് ലാമിന എന്നും വിളിക്കാം കേട്ടോ. മൊമെൻറ്റ് ഓഫ് ദ കേത്ത് ലാമിന അബൌട്ട് ദ എക്സ് ആക്സിസ് എന്ന് പറയുന്ന മാസ് ഇൻറ്റു മൊമെൻറ്റ് ആമാണ്. മാസ് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുവച്ചിരുന്നതാണ്. റോ എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇവിടെ മൊമെൻറ്റ് ആം എന്ന് പറയുന്നത് എഫ് ഓഫ് സി കെ ബൈ 2 ആണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പം ഹാഫ് റോ എഫ് ഓഫ് സി കെ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇനി മൊമെൻറ്റ് അബൌട്ട് എക്സ് ആക്സിസ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് റെയ്മാൻ സം എടുത്താൽ മതി. റെയ്മാൻ സം എടുക്കുമ്പം നമുക്ക് എം എക്സ് എന്ന് പറയുന്ന ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n 1/2 റോ എഫ് ഓഫ് സി കെ ഹോൾ സ്ക്വയർ ഡെൽറ്റ എക്സ് വരും, വിച്ച് ഇസ് ഈക്വൽ ടു റോ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ബൈ 2 ഡി എക്സ്. അപ്പം നമുക്ക് മൊമെൻറ്റ് അബൌട്ട് എക്സ് ആക്സിസ് വൈ ആക്സിസും കിട്ടി, മാസ് ഓഫ് ദ സിസ്റ്റവും കിട്ടി. ഇനി നമുക്ക് സെൻറ്റർ ഓഫ് മാസ് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കിട്ടിയ ഫോമുലാസ് എല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എൽ എന്ന് പറയുന്ന ഒരു ലാമിന വിത്ത് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ യൂണിഫോം മാസ് ഡെൻസിറ്റി റോ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഏരിയ അണ്ടർ ദാറ്റ് കർവിനെ നമ്മൾ ക്യാപിറ്റൽ എ കൊണ്ട് തൽക്കാലം ഡിനോട്ട് ചെയ്യാണ്, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ മാസ് ഓഫ് എൽ നമ്മൾ കണ്ടു, എം ഈക്വൽ ടു റോ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇവിടെ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എ കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എം എന്ന് പറയുന്ന റോ എ ആയി. ഇനി മൊമെൻറ്റ് ഓഫ് എൽ അബൌട്ട് ദ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്, അതിൻ്റെ ഫോമുലയും നമ്മുടെ കയ്യിലുണ്ട്, എം എക്സ് എം വൈ. ഇനി സെൻറ്റർ ഓഫ് മാസ് എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണെന്നറിയാം? എക്സ് ബാർ എന്ന് പറയുന്നത് എം വൈ ബൈ എം ആണ്. മൊമെൻറ്റ് അബൌട്ട് വൈ ആക്സിസ് ഡിവൈഡഡ് ബൈ എം ആണ്. അപ്പോൾ ഈ എം വൈ ബൈ എം ചെയ്യുമ്പോൾ നമുക്ക് റോ ക്യാൻസൽ ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്ക് കിട്ടുന്ന 1/a ഇൻ്റഗ്രൽ എ ടു ബി എക്സ് എഫ് എക്സ് ഡി എക്സ് ആണ്. ഇതുപോലെ തന്നെ വൈ ബാർ എം എക്സ് ബൈ എം ആണ്, എം എക്സ് ബൈ എം വിച്ച് ഇസ് ഈക്വൽ ടു 1/a ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഡി എക്സ്. അപ്പം നമുക്ക് ഫോമുലാസൊക്കെയായി ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. A lamina L of uniform area density rho has the shape of the region R under the graph of f of x equal to x square on closed to. അപ്പോൾ ഇത് നമ്മളുടെ പരാബോളയാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അതെവിടെയാണ്? ക്ലോസ്ഡ് 0 എന്ന് പറയുന്ന പോർഷനിലാണ് എടുക്കുന്നത്. ഫൈൻഡ് ദ മാസ്, മൊമെൻറ്റ്സ് ആൻഡ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദിസ് പ്ലേറ്റ്. ഈ റെക്ടാങ്കുലർ പ്ലേറ്റിൻ്റെ മൊമെൻറ്റും സെൻറ്റർ ഓഫ് മാസും ഒക്കെ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മാസ് ഓഫ് ദ ലാമിന എം ഈക്വൽ ടു റോ ഇൻ്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ് ആണെന്ന് നമുക്കറിയാം. റോ ടു കോൺസ്റ്റൻറ്റ് യൂണിഫോം ഏരിയ ഡെൻസിറ്റി ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ റോ ഇൻ്റഗ്രൽ 0 to 2 എഫ് എക്സ് എന്താണ്? എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ ഡി എക്സിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ 3 കൊടുക്കും. ഇവിടെ ലിമിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ റോ 8/3 എന്ന് കിട്ടും. ഇനി മൊമെൻറ്റ് ഓഫ് എൽ അബൌട്ട് എക്സ് ആക്സിസ്, അതിനും നമ്മളുടെ കയ്യിൽ ഫോമുലയുണ്ട്. എം എക്സ് എന്ന് പറയുന്ന റോ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ബൈ 2 ഡി എക്സ് ആണ്. ഇവിടെ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു 4/2 എന്ന് വരും. ഇനി ഈ എക്സ് റേസ് ടു 4നെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 5/5 കിട്ടും. നമ്മൾ ലിമിറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 16 റോ ബൈ 5 എന്ന് കിട്ടും. ഇനി മൊമെൻറ്റ് ഓഫ് എൽ അബൌട്ട് വൈ ആക്സിസ് എന്ന് പറയുന്നത് എം വൈ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. എം വൈ എന്ന് പറയുന്ന റോ ഇൻ്റഗ്രൽ എ ടു ബി എക്സ് എഫ് എക്സ് ഡി എക്സ് ആണ്. ഇവിടെ എഫ് എക്സ് എന്ന് പറയുന്ന എക്സ് സ്ക്വയർ ആണ്. ഈ എക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് കിട്ടും. ഇതാണ് റോ എക്സ് റേസ് ടു 4/4. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 4 റോ എന്ന് കിട്ടി. ഇനി നമുക്ക് സെൻറ്റർ ഓഫ് മാസ് കാണാൻ എന്ത് ചെയ്താൽ മതി? എക്സ് ബാർ വൈ ബാർ എന്ന് പറയുന്നത് എക്സ് ബാർ ഈക്വൽ ടു എം വൈ ബൈ എം ആണ്. എം വൈ എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് 4 റോ ഡിവൈഡഡ് ബൈ ദിസ് റോ 8/3 ചെയ്യുമ്പോൾ നമുക്ക് 3/2 കിട്ടും. ഇനി വൈ ബാർ എന്ന് പറയുന്നത് എം എക്സ് ബൈ എം ആണ്. എം എക്സും നമുക്ക് കിട്ടിയിട്ടുണ്ട് 16 റോ ബൈ 5. 16 റോ ബൈ 5നെ നമുക്ക് മാസ് കൊണ്ട് റോ 8/3 കൊണ്ട്
ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 6/5 കിട്ടും. അപ്പോൾ ഇതാണ് സെൻറ്റർ ഓഫ് മാസ്. ഇത് യൂസിങ് ഫോമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്തതാണ്. അല്ലാണ്ട് നമ്മൾ ഈ ഫോമുലയിലേക്ക് എത്താൻ വേണ്ടി ഒരു പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്തത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഈ ഫോമുല ഓർത്തിരിക്കാൻ പറ്റുന്നവർ ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാണ് എളുപ്പം. അപ്പോൾ നേരത്തെ കിട്ടിയ റിസൾട്ടിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഇതാണ്. നമ്മളുടെ ആ ലാമിന f(x) എന്ന് പറയുന്ന ലാമിന അണ്ടർ ക്ലോസ്ഡ് 0 to ഈ തിൻ ഫ്ലാറ്റ് പ്ലേറ്റ് നമുക്ക് കിട്ടിയ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കിട്ടിയത് 3/2 6/5 അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് 3/2 6/5 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതിനെ ഇവിടെ ഒരു സ്ട്രിങ് വെച്ച് സസ്പെൻഡ് ചെയ്താൽ അത് ഹൊറിസോണ്ടലായിട്ട്, അതായത് ബെൻഡ് ചെയ്യാണ്ട് ഹൊറിസോണ്ടലായിട്ട് തന്നെ ഇത് ഹാങ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് കിട്ടിയ ആ ഫോമുലയിന്ന്, അതായത് സെൻറ്റർ ഓഫ് മാസ് കാണാൻ നമുക്കൊരു ഫോമുല കിട്ടിയിട്ടുണ്ട്, x ബാറും y ബാറും. ഇതിൽ റോയുടെ ടേം ഒന്നുമില്ല, റോയുടെ ഒരു ടേമും തന്നെ ഇല്ല. അപ്പോൾ അതായത് ഈ ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാവുന്നത് കോൺസ്റ്റൻറ്റ് ഡെൻസിറ്റി, ആ റോ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്താണ് ഈ ഇക്വേഷൻസിൽ രണ്ടിലും റോ ഇൻവോൾവ് ചെയ്യില്ല എന്നുള്ളതും മനസ്സിലാവും. അതുപോലെ ഈ റോയെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യില്ല. പിന്നെ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? ഈ ഫോമുലയിൽ ഏരിയയും f(x)ഉം തന്നെയുള്ളൂ. അപ്പോൾ ഷേപ്പ് ഓഫ് ദ കർവിനെയാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുക? സെൻറ്റർ ഓഫ് മാസ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. ഈ ഷേപ്പ് ഓഫ് ദ കർവിനെ മാത്രമേ എന്ത് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? ദ സെൻറ്റർ ഓഫ് മാസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഷേപ്പ് ഓഫ് ദാറ്റ് റീജിയൻ. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ, അതായത് ഇതുപോലെ കോൺസ്റ്റൻറ്റ് ഡെൻസിറ്റി പറയുന്ന കേസുകളിൽ, ദ പോയിൻ്റ് അറ്റ് വിച്ച് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് സച്ച് എ ലാമിന ഈസ് ലൊക്കേറ്റഡ് ഈസ് കോൾഡ് സെൻട്രോയിഡ്. ഇതിനെ സെൻട്രോയിഡ് എന്ന് പറയും. എപ്പം? കോൺസ്റ്റൻറ്റ് ഡെൻസിറ്റി ഉള്ള കേസ്, അല്ലെങ്കിൽ യൂണിഫോം ഡെൻസിറ്റി പറയുന്ന കേസിൽ നമ്മൾ സെൻറ്റർ ഓഫ് മാസിനെ സെൻട്രോയിഡ് എന്നും പറഞ്ഞ് വിളിക്കും.